ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒരു പോത്താണ്. ഏകദേശം 200 കിലോയ്ക്ക് മേലെ ഇറച്ചിയും പ്ലസ് എല്ലോ എങ്ങനെ പോയാലും ഒരു 230-നും 250-നും ഇടയിൽ ഇറച്ചി തൂക്കം പിടിക്കാൻ പറ്റിയൊരു പോത്താണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോ. ഒറ്റയ്ക്ക് പെരുന്നാളിന് പരിപാടികൾ ചെയ്യുന്നവർക്ക് പെരുന്നാൾ വരെ നിർത്തി കൊടുക്കണമെങ്കിൽ നമുക്ക് നിർത്തി കൊടുക്കാം. ഏകദേശം 230-നും 250-നും ഇടയിൽ ഇറച്ചി തൂക്കം മതിക്കുന്ന പോത്താണ്. നല്ല വൃത്തിയും നല്ല അഴകും ഒന്നിനൊന്നും മെച്ചപ്പെടുത്തും. ശരിക്കും ഒരു കൊല്ലം ഇനി നിൽക്കുകയാണെങ്കിൽ ഒരു 1200-1100 കിലോ ആവാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതായത് 1100 ട്ടോ, 1500 അല്ല, 1100-ഉം 1200 ആവാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതേമാതിരി നല്ല വളർച്ചയുള്ള പോത്താണ്. നല്ല ഭംഗി, എടുപ്പും ബാക്കൊക്കെ നല്ലമാതിരി ഫില്ലിങ്ങും ഒരു നോട്ടക്കുറവും ഇല്ലാത്ത നല്ല രീതിയിൽ നോക്കിയിട്ടുള്ളത് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. അങ്ങനത്തെ ഒരു പോത്താണ്. ബാക്കൊക്കെ നല്ലമാതിരി ഫില്ലായിട്ടുള്ള പോത്താണ്. എങ്ങനെ പോയാലും ഒരു 230-നും 250-നും ഇടയിൽ ഒരു എൻ്റെ കണക്ക് പ്രകാരം എങ്ങനെ പോയാലും ഒരു 220-210 കിലോ ഇറച്ചി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 200 കിലോയിൽ താഴെ കുറയാതെ ഇറച്ചി കിട്ടാൻ സാധ്യതയുള്ളൊരു പോത്താണ്. പ്ലസ് എല്ല് വേറെ. നമ്മൾ 230 പറയുന്നത്. 230-നും 250-നും ഇടയിൽ. വല്ലാണ്ട് നമ്മൾ 250 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു 230-നും 250-നും ഇടയിൽ ഇറച്ചി തൂക്കം പിടിക്കാം എങ്ങനെ പോയാലും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോ. നമ്മൾ നല്ല അന്തസ്സായി പരുത്തി പിണ്ണാക്കും കപ്പലിന് പിണ്ണാക്കും കൊടുത്ത് കയറ്റിയിട്ടുള്ളൊരു പോത്താണ്. നല്ല മാതിരി പച്ചപ്പുല്ലും കൊടുത്തിട്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് പെരുന്നാൾ വരെ നിർത്തി കൊടുക്കണമെങ്കിൽ പെരുന്നാൾ വരെ നിർത്തി കൊടുക്കാം. അതല്ല സ്പോട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പൈസ അതിനനുസരിച്ച് ചെയ്യാം. സാധാരണഗതിയിൽ 450 രൂപ ഇപ്പോൾ ഇറച്ചി വിലയുണ്ട്. പെരുന്നാൾ കച്ചവടം ഏറ്റവും കുറവ് നടക്കുന്നത് 500-550 ആണ് പെരുന്നാൾ കച്ചവടം. അതായത് ഒരു 150 കിലോ 130-ഉം 20 കിലോ 130 കിലോ ഇറച്ചിയും 20 കിലോ എല്ലുമുള്ള അങ്ങനെ സാധാരണ പോത്തിന് 50-55 കിട്ടിയായിരുന്നു. ഇപ്പോൾ 65-70-75 കൊടുത്താലും അതായത് കിട്ടാൻ മാർഗ്ഗമില്ലാത്തൊരു കണ്ടീഷൻ ഉണ്ട്. അത് മാത്രമല്ല വളർത്തുപോത്തുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പെരുന്നാളിന് നല്ല രീതിയിൽ നോക്കുമ്പോൾ നോട്ടക്കുറവ്, ബാക്കിൽ ഇറച്ചിയില്ലാത്ത അവസ്ഥ, അതായത് ഉണങ്ങി ചൂടിൻ്റെ ഉണക്കവും പുല്ലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും കാരണം പോത്ത് ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പോത്തിന് നല്ല പോത്തുകൾക്ക് നല്ല വിലയുണ്ട്. പോത്തുകൾ അത്യാവശ്യം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഒത്തിരി ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 130-ഉം 20-ഉം, അതായത് ഒരു 130 ഇറച്ചിയും 20 എല്ലുമുള്ള പോത്തുകൾക്ക് പോലും 70-ഉം 75-ഉം വില പറയുന്ന ഒരു കണ്ടീഷൻ ഇപ്പോഴത്തെ കണ്ടീഷനിലുണ്ട്. അതായത് സാധാരണ ഇറച്ചി വില 450 ആണെങ്കിൽ നോർമലി 500-550 രൂപ സാധാരണ പെരുന്നാൾ കച്ചവടത്തിന് പോത്തിന് ഇപ്പോൾ ഇറച്ചി വിലയുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇറച്ചി വിലയ്ക്ക് തന്നെ, മോഹവിലയ്ക്കല്ല, ഇറച്ചി വിലയ്ക്ക് തന്നെ തീർച്ചയായിട്ടും നമ്മൾ തരും. ഒരു തർക്കവും വിചാരിക്കേണ്ടതിൽ. പെരുന്നാൾ വരണമെങ്കിൽ പെരുന്നാൾ നോക്കി തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇനി അതല്ലാതെ നമ്മുടെ ഒരു 200-ൻ്റെ ചോടയ്ക്കുള്ള, അതായത് ഒരു 200-ൻ്റെ റേഞ്ച്, ഒരു 165-170 കിലോ ഇറച്ചിയും പ്ലസ് എല്ലും ഇതിൻ്റെ തൊട്ടുള്ള ഒരു പോത്ത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. ഇതൊരു 230-ൻ്റെ റേഞ്ച് ഉണ്ടെങ്കിൽ അതൊരു 200-ൻ്റെ റേഞ്ച്, ഒരു 10-30-35 കിലോ അതിൻ്റെ ഡിഫറൻസിൽ ഇതേമാതിരി തന്നെ വൃത്തിയുള്ള പോത്ത് ഒരെണ്ണം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി 2 പോത്താണുള്ളത്. ഒരെണ്ണം വലിയ പോത്ത് നമുക്ക് ഏകദേശം ഒരു 3.5-3.25 പിടിക്കുന്ന പോത്താണ്. അത് അത്യാവശ്യം ആൾക്കാർ എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുപോത്ത് 2 ഉള്ളത്. ഒരെണ്ണം 230-ൻ്റെ റേഞ്ച്, 230-250 ഇടയിലുള്ളതും, ഒരെണ്ണം 200-ൻ്റെ റേഞ്ചുള്ളതും. അപ്പോൾ വേർതിരിച്ച് കൊടുക്കണമെങ്കിൽ വേർതിരിച്ച് കൊടുക്കും. അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ ഒരുമിച്ച് കൊടുക്കും. അപ്പോൾ 2 നിൽക്കുന്നത്. ഇതേ റേഞ്ചിലുള്ള ഒരെണ്ണം കൂടി തൊട്ട് താഴേക്കുള്ള നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇറച്ചി വിലയിൽ, മോഹവിലയിലല്ല, ഇറച്ചി വിലയിൽ നമ്മൾ പോത്തിനെ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ.